1991 ആരാധനാലയ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കാൻ സുപ്രീം കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. ബിജെപി നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ ഉൾപ്പെടെയുള്ളവരുടെ ഹർജികളിൽ വ്യാഴാഴ്ച മുതൽ വാദം കേൾക്കും. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ആരാധനാലയങ്ങളുടെ അവസ്ഥ എന്താണോ അത് അതേപടി തുടരണമെന്നുള്ളതാണ് 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അഥവാ ആരാധനാലയ നിയമം. ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു പാർലമെന്റ് 1991 നിയമം പാസാക്കിയത്. CPIM-ഉം നിയമത്തെ ശക്തമായി അനുകൂലിച്ചിരുന്നു. ഈ നിയമം ചോദ്യം ചെയ്തുകൊണ്ടാണ് BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ അടക്കമുള്ളവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. 2020 മുതൽ പരിഗണനയിലുള്ള ഹർജികൾ കേൾക്കുന്നതിനു വേണ്ടിയാണ് സുപ്രീം കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, PV സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യാഴാഴ്ച മുതൽ വാദം കേൾക്കും. സമ്പൽ, ഗ്യാൻവ്യാപി മസ്ജിദുകൾ നിലനിൽക്കുന്ന ഇടം പുരാതന ക്ഷേത്രങ്ങളായിരുന്നുവെന്ന അവകാശവാദവുമായി സംഘപരിവാർ സംഘടനകൾ ഹർജികൾ വിവിധ കോടതികളിൽ കൊടുത്ത പശ്ചാത്തലം കൂടിയുണ്ട്. 13 ഹർജികളാണ് സമാനമായി വിവിധ കോടതികളുള്ളത്. ആരാധനാലയ നിയമം സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഈ സാഹചര്യത്തിലാണ് ആരാധനാലയ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ പ്രത്യേക ബെഞ്ച് സുപ്രീം കോടതി രൂപീകരിക്കുന്നത്. BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ ആരാധനാലയങ്ങളുടെ അവകാശവാദങ്ങളും സർവേകളും വർഗീയ സംഘർഷം ആളിക്കത്തിക്കാനുള്ള ഇടമായി കാണുന്ന പശ്ചാത്തലത്തിൽ ഈ ഹർജികളിലെ വിധികൾ ഏറെ നിർണായകമാണ്. കൈരളി ന്യൂസ്, ദില്ലി.